കഴിഞ്ഞ ടെസ്റ്റിൽ ഇന്ത്യ തോറ്റതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനിയുള്ള ഓരോ ടെസ്റ്റും ഇന്ത്യയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. തോറ്റാൽ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് രോഹിത് ശർമ്മ ടീമിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്ക്വാഡിലേക്ക് പുതിയൊരു താരം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച വിജയം നേടിയെങ്കിലും രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ തോൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ചരിത്ര വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ രോഹിത് ശർമ്മ ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും ടീമിലേക്ക് പുതിയൊരു താരം എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, മുഹമ്മദ് ഷമിയാണ്. ഷമിയെ BCCI തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഷമി ഇപ്പോൾ സയ്യിദ് മുസ്താഖ് അലിയിൽ കളിക്കുന്നുണ്ട്. മികച്ച ബാറ്റിംഗും ബൗളിംഗുമാണ് കാഴ്ചവെക്കുന്നത്. ഷമി ഇന്ത്യൻ ടീമിലേക്ക് എത്തിയാൽ അടുത്ത ടെസ്റ്റിൽ അത് ഇന്ത്യക്ക് ഗുണകരമാണ്. അതുപോലെ ഇന്ത്യയുടെ ടീമിൽ മാറ്റങ്ങൾ എത്തിയിരിക്കുകയാണ്. അശ്വിനെ പുറത്താക്കിയിരിക്കുകയാണ്. പകരം ജഡേജയെ പ്ലേയിങ് 11-ൽ കളിപ്പിക്കും. അതുപോലെ റാണയ്ക്കും റെസ്റ്റാണ്. താരത്തിന് പകരം പ്രസിദ്ധ് കൃഷ്ണയായിരിക്കും കളിക്കാൻ പോകുന്നത്. ഇനി ഷമി വന്നാൽ ഷമിക്കായിരിക്കും പ്ലേയിങ് 11-ൽ സ്ഥാനം കിട്ടുന്നത്. അതുപോലെ തന്നെ ബാറ്റിങ്ങിലും മാറ്റമുണ്ട്. രാഹുലിനെ ഒഴിവാക്കി ദേവദത്ത് പടിക്കലായിരിക്കും കളിക്കാൻ പോകുന്നത്. രാഹുലിന് വേണ്ടി ഓപ്പണിംഗ് സ്ഥാനം രോഹിത് വിട്ടുകൊടുത്തു. അതിനുശേഷം രോഹിത്തും ഫ്ലോപ്പാണ്. അതുകൊണ്ട് അടുത്ത ടെസ്റ്റിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. മൂന്നാമത്തെ ടെസ്റ്റിലും തോറ്റാൽ ഇന്ത്യൻ സ്ക്വാഡിലേക്ക് പുതിയ താരങ്ങളെത്തും. ശ്രേയസ്, രഹാനെ, പൂജാരെ, സഞ്ജു തുടങ്ങിയ താരങ്ങളെ ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കാനാണ് BCCIയുടെ പദ്ധതി. അപ്പോൾ മൂന്നാമത്തെ ടെസ്റ്റിലുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ, ഋഷഭ് പന്ത്, നിതീഷ്, ജഡേജ, പ്രസിദ്ധ് കൃഷ്ണ, ജസ്പ്രീത് ബുംറ, സിറാജ്. അപ്പോൾ മൂന്നാമത്തെ ടെസ്റ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.